ഹലോ മിസ്റ്റർ CRRB, എല്ലാവർക്കും നമ്മുടെ ഈ വീക്കിലത്തെ വീക്കിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എല്ലാവരും നമ്മുടെ വീക്കിലി കറണ്ട് അഫെയർ സെഷന്റെ ലിങ്ക് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് പറയാം. റെഡി? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് PM Modi pays tribute to former PM PV Narasimha Rao on his birth anniversary. PM Narasimha Rao എന്ന് പറയുന്നത് നമ്മുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് he was the ninth prime minister ആയിരുന്നു PV നരസിംഹ റാവു എന്ന് പറയുന്നത്. 1921 ജൂൺ 28 PV നരസിംഹ റാവു ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ്. നമ്മുടെ PM നരേന്ദ്രമോദി എന്ത് ചെയ്തത്? ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. PM മോദി പേസ് ട്രിബ്യൂട്ട് ടു ഫോമർ PM PV നരസിംഹ റാവു ഓൺ ഹിസ് ബർത്ത് ആനിവേഴ്സറി. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 ബുക്കുകൾ നമുക്കിപ്പോൾ നോക്കാം. സഹസ്രപഹൻ എന്ന് പറയുന്നത് വെയി പടകലു എന്ന് പറയുന്ന ഫേമസ് തെലുങ്കു നോവലിന്റെ ട്രാൻസ്ലേഷൻ ആണ്. അത് PV നരസിംഹ റാവുവിൻ്റെതാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പൊ PV നരസിംഹ റാവുവിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. 9th പ്രൈം മിനിസ്റ്റർ ആയിരുന്നു PV നരസിംഹ റാവു എന്ന് പറയുന്നത്. 1991 മുതൽ 96 വരെയാണ് PV നരസിംഹ റാവു പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. ഫ്രീഡം ഫൈറ്റർ, അക്കാദമിഷ്യൻ ആയിരുന്നു, ലിറ്ററേച്ചർ ഫിഗർ ആയിരുന്നു, എല്ലാമായിരുന്നു PV നരസിംഹ റാവു എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പോവാം. സെന്റിനറി സെലിബ്രേഷൻ ഓഫ് ആചാര്യ വിദ്യാനന്ദ് ജി മഹാരാജ്, അതായത് സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള ആചാര്യ വിദ്യാനന്ദ് ജി മഹാരാജിന്റെ സെന്റിനറി സെലിബ്രേഷനിൽ PM മോദിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ധർമ്മ ചക്രവർത്തി ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. PM മോദിക്ക് ലഭിച്ചിട്ടുള്ള ടൈറ്റിൽ ആണ് ധർമ്മ ചക്രവർത്തി ടൈറ്റിൽ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള ആചാര്യ വിദ്യാനന്ദ് ജി മഹാരാജിന്റെ സെന്റിനറി സെലിബ്രേഷൻ, അതായത് ശതാബ്ദി സെലിബ്രേഷനിലാണ് ധർമ്മ ചക്രവർത്തി ടൈറ്റിൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കുക. ഈ ഒരു ഒസ്പീഷ്യസ് മൊമെന്റിലാണ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ, കോയിൻസ് എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹം PM നരേന്ദ്രമോദി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് റോയിൽ വരുന്നത്. അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് പരാഗ് ജെയിനെയാണ് എന്നുള്ള കാര്യം നോക്കുക. അദ്ദേഹത്തിന് മുന്നേ രവി സിൻഹയായിരുന്നു. റിട്ടയർ ആവും. രവി സിൻഹ ജൂൺ 30 റിട്ടയർഡ് ആവും. അതിനുശേഷമാണ് പരാഗ് ജെയിൻ എന്താവുന്നത്? പരാഗ് ജെയിൻ ആണ് റോയുടെ പുതിയ ചീഫ് എന്ന് പറയുന്നത്. പരാഗ് ജെയിൻ is appointed as new chief of റോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്, ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമുക്ക് പോകാം. സാറ ചൗധരി വിൻസ് ശക്തി ഭട്ട് പ്രൈസ് ഫോർ ഹർ മെമ്മോയർ. ഫസ്റ്റ് മെമ്മോയർ ആയിട്ടുള്ള സാറ ചൗധരിയുടെ ഫസ്റ്റ് മെമ്മോയർ എന്ത് ലഭിച്ചിട്ടുണ്ട്? ശക്തി ഭട്ട് പ്രൈസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ദ ലക്കി വൺ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ സാറ ചൗധരിയുടെ ഫസ്റ്റ് ഡെബ്യൂ മെമ്മോയർ ആയിട്ടുള്ള ദ ലക്കി വണ്ണിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? 2025 ശക്തി ഭട്ട് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് ഈ വർഷം മുതൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. 2008 ശക്തി ഭട്ട് ബുക്ക് പ്രൈസ് അനൗൺസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ്സിലാണ് ഈ അവാർഡ്. സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ്സിലെ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ ബുക്സിനാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ലൈക്ക് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ, ഇവിടെ നിന്നെല്ലാമാണ് എന്ത് വരുന്നത്? അവാർഡ് വിന്നേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. റെഡിയാണല്ലോ? സാറ ചൗധരിക്കാണ് 2025 ശക്തി ഭട്ട് പ്രൈസ് ലഭിച്ചത്. ദ ലക്കി വൺ ആണ് ബുക്ക് വരുന്നത്. നെക്സ്റ്റ്, യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് അൺവെയിൽസ് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ ചെയർമാൻ ആയിട്ടുള്ള പ്രേം പ്രകാശിന്റെ ബുക്കാണ് ഹിസ്റ്ററി ദാറ്റ് ഇന്ത്യ ഇഗ്നോർഡ് എന്ന് പറയുന്നത്. ANI, അതായത് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണലിന്റെ ചെയർമാൻ ആയിട്ടുള്ള വെറ്ററിയൻ ജേർണലിസ്റ്റ് പ്രേം പ്രകാശിന്റെ ബുക്കാണ് ഹിസ്റ്ററി ദാറ്റ് ഇന്ത്യ ഇഗ്നോർഡ് എന്ന് പറയുന്നത്. സോ അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, നമ്മുടെ അടുത്ത കറണ്ട് അഫെയറിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം നമ്മുടെ NTPC CBT 2 ബാച്ചിന്റെ കാര്യമാണ്. നമുക്ക് 2500 രൂപയാണ് നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത്. CBT 2 പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ബാച്ച്. അപ്പോൾ CBT 2 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ബാച്ച് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക്
നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും പല സബ്ജക്റ്റുകൾ. ഇപ്പോൾ GK, കറണ്ട് അഫെയർസ് പോലെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു ബാരിയർ നമുക്ക് കടക്കണം. അതിനുവേണ്ടി CBT2 പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ NTPC CBT2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ വലിയ വിജയത്തിന് ഒരു കുഞ്ഞു തുടക്കമാവട്ടെ ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജൂലൈ 7 മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കുമായിട്ട് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കറണ്ട് അഫെയർസ് വിത്ത് അനു എന്നാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് സെഷന്റെ നോട്ടുകൾ, പോൾസ്, ക്വിസ് അങ്ങനെ മുതലായ എല്ലാ കാര്യങ്ങളും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഡു ജോയിൻ ഇൻ മൈ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പോൾസും ക്വിസും അതുകൂടാതെ തന്നെ എല്ലാ അപ്ഡേറ്റുകളും, CN അപ്ഡേറ്റുകളും എക്സാം അപ്ഡേറ്റുകളും ഒക്കെ ലഭിക്കുന്നതാണ്. റെഡി, നെക്സ്റ്റ് ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് നിസാമാബാദ് ആണ്. ഇതിന്റെ യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് തെലങ്കാനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടർമറിക് ബോർഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത് എന്ന്, ദാറ്റ് ഇസ് ബിലോങ്സ് ടു നിസാമാബാദ്. അങ്ങനെയാണെങ്കിൽ മഖാന ബോർഡ് എവിടെയാണ്, ടീ ബോർഡ് എവിടെയാണ്, റബ്ബർ ബോർഡ് എവിടെയാണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് മഖാന ബോർഡൊക്കെ. അറിയാത്തവർ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം നമ്മുടെ ബജറ്റ് 2025-2026 എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഖാന ബോർഡിന്റെ കാര്യം. നെക്സ്റ്റ്, എക്കോ ഫസ്റ്റ് ഇന്ത്യ ബിൽ ഫസ്റ്റ് വൈൽഡ് ലൈഫ് കോറിഡോർ. മുംബൈ എക്സ്പ്രസ്, ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയില് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് വൈൽഡ് ലൈഫ് കോറിഡോർ വന്നിട്ടുണ്ട്. ടൈഗറിനെയും ബിയറിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയില് ഈ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ വന്നിട്ടുള്ളത്. സോ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ് ഏകദേശം 0.12 കിലോമീറ്റർ സ്ട്രെച്ചിൽ ഈ ഒരു വൈൽഡ് ലൈഫ് കോറിഡോർ വന്നിരിക്കുന്നത്. ഇന്ത്യസ് ലോങ്സ്റ്റ് ഓവർപാസ് കോറിഡോർ ബിൽഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ആനിമൽ മൂവ്മെന്റ് ആണ് ഇത് എന്ന് പറയുന്നത്. നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ പോയി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് സുഗമയ ഭാരത് ആപ്പ്. ഈ സുഗമയ ഭാരത് ആപ്പ് എന്ന് പറയുന്നത് ലൈക്ക് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. സുഗമയ ഭാരത് ആപ്പ് ഇസ് എ ക്രൗഡ് സോഴ്സ്ഡ് മൊബൈൽ പ്ലാറ്റ്ഫോം ആണ്. അതായത് ലൈക്ക് ഇപ്പം എന്തെങ്കിലും ആക്സസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ, ലൈക്ക് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും ആക്സസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പായിരുന്നു നമ്മുടെ സുഗമയ ഭാരത് ആപ്പ് എന്ന് പറയുന്നത്. യൂസേഴ്സിന് എന്ത് ചെയ്യാവുന്നതാണ്, ആക്സസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ആക്സസിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ആപ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതിൽ എന്ത് വന്നിട്ടുണ്ട്, കുറച്ച് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് പോവാണ്. അതായത് കുറച്ച് AI ഫീച്ചേഴ്സും കൂടിയും ആഡ് ചെയ്ത് ഇതൊന്ന് റീവാമ്പ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് സീനിയർ സിറ്റിസൺസിനെയും പിന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ഈ ഒരു AI ഫീച്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, നമ്മുടെ PWD ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആരാണ് എന്നുള്ളതും കൂടിയും കമന്റ് ബോക്സിൽ എഴുതാനായിട്ട് മറക്കരുത്. അപ്പൊ സുഗമയ ആപ്പ് എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യണമെങ്കിൽ ക്രൗഡിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്പായിരുന്നു. അതിലാണ് AI ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും സീനിയർ സിറ്റിസൺസിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, സെന്റർ ലോഞ്ച് ഫോർ ബെറ്റർ ട്രൈബൽ സ്കീം എക്സിക്യൂഷൻ. സെന്റർ ലോഞ്ചസ് ആദി കർമ്മയോഗി എന്ന് പറയുന്നത് ബെറ്റർ, അതായത് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള സ്കീം എക്സിക്യൂഷൻ ഇംപ്രൂവ് ചെയ്യാനാണ് ആദി കർമ്മയോഗി എന്ന് പറയുന്ന ഒരു സ്കീം ആദി കർമ്മയോഗി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അതായത് ബെറ്റർ ട്രൈബൽ സ്കീം എക്സിക്യൂഷന് വേണ്ടി ഒഫീഷ്യൽസിനെ ട്രെയിൻ ചെയ്യുന്നതിനാണ് ആദി കർമ്മയോഗി എന്ന് പറയുന്നത്. അപ്പൊ ആദി കർമ്മയോഗിന്റെ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. അതുകൂടാതെ തന്നെ ട്രൈബൽ വെൽഫെയർ സ്കീമുകൾ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, ന്യൂ ജനറേഷനെയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരെയും ട്രെയിൻ ചെയ്യുക. പിന്നെ സ്കൂൾ സ്റ്റാഫിംഗ് ഷോർട്ടേജ്, പബ്ലിക് സർവീസ്, അതായത് ട്രൈബ്സ് ഏരിയയിലുള്ള പബ്ലിക് സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ സർവീസുകളുടെ പുവർ ആക്സസ് ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ആദി കർമ്മയോഗിന്റെ മെയിൻ ആയിട്ടുള്ള
എയിം എന്ന് പറയുന്നത്. കേരള ടോപ്സ് നാഷണൽ ഇവാലുവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അപ്പൊ 2020-2025 നാഷണൽ ഇവാലുവേഷൻ ഫോർ പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കേരളമാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, Kerala has been ranked the top performing state in the management effectiveness evaluation of national park and protected areas. അപ്പോൾ നാഷണൽ പാർക്കിന്റെയും പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെയും ഇവാലുവേഷനിൽ മാനേജ്മെന്റ് ഓഫ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കേരളമാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ കർണാടക, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവയാണ്. ഓക്കെ, ഗുഡ് റേറ്റിംഗ് ഉള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടക്ട് ചെയ്തത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഈ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്തത് പ്രൊട്ടക്ട് ഏരിയാസിനും നാഷണൽ പാർക്സിനും വേണ്ടിയിട്ടുള്ള ഈ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്തത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ടോപ്പിൽ വന്നിരിക്കുന്ന യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്. ലോവസ്റ്റ് സ്കോറർ ലഡാക്ക് ആണ്. ഈ അടുത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കോലാപൂരി ചപ്പൽസിനെ പറ്റി അല്ലെ. കോലാപൂരി ചപ്പൽ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ വന്നിട്ടുള്ളതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രാഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു എക്സ്പെൻസീവ് ബ്രാൻഡാണ് പ്രാഡ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തു, നമ്മുടെ കോലാപൂരി ചപ്പലിനെ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇവര് ഒരു എന്തായാലും പറയാ ഒരു ഫാഷൻ ഷോയിൽ ഈ കോലാപൂരി ചപ്പലിനെ പോലെയുള്ള ഒരു ചപ്പൽ ഇവർ യൂസ് ചെയ്തു. അപ്പോൾ അതിനാണെങ്കിൽ യാതൊരുവിധ ക്രെഡിറ്റും നമ്മുടെ കോലാപൂരി ചപ്പലിന് GI ടാഗ് ഉള്ളതാണ് അല്ലേ. അതിന് യാതൊരുവിധ ഇതും കൊടുക്കാതെ തന്നെ ഇവർ സ്വന്തം പ്രാഡ എന്ന് പറയുന്ന ബ്രാൻഡിൽ തന്നെയാണ് ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഇത് തെറ്റാണ്, നമുക്ക് GI ടാഗ് ഉള്ളതാണല്ലോ, എന്നിട്ട് പോലും ഇവർ അതിന് കൃത്യമായിട്ടുള്ള യാതൊരുവിധ നടപടികളും എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അത് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കോലാപൂരി ചപ്പൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ കോലാപൂരി പക്ഷെ അവരുടെ തെറ്റൊക്കെ മനസ്സിലാക്കി അവര് കത്തൊക്കെ അയച്ചു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇന്ത്യൻ ട്രഡീഷണൽ കോലാപൂരി ചപ്പൽ എന്ന് പറയുന്നത് ലക്ഷറി ബ്രാൻഡ് പ്രാഡാസ് 2026 കളക്ഷനിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. സോ കോലാപൂരി ചപ്പൽ നമ്മുടെ വളരെ പണ്ട് തൊട്ടേ ഉള്ള ചപ്പലാണ് അല്ലെ. ദാറ്റ് ഇസ് കോലാപൂരി ചപ്പൽസ് ആർ ഹാൻഡിക്രാഫ്റ്റ് ലെതർ സാൻഡൽസ് ആണ്. അതായത് മഹാരാഷ്ട്രയിലും കർണാടകയിലുമാണ് ഈ കോലാപൂരി ചപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബെൽഗാം, ബൈഗൽകോട്ട്, ധർവാദ് എന്നീ സ്ഥലങ്ങളിലാണ് കോലാപൂരി ചപ്പൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് 2019 GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും കർണാടകയിലുമാണ് ജോയിന്റ്ലി ആണ് ഇതിന് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ രജിസ്റ്റേർഡ് നെയിം എന്ന് പറയുന്നത് കോലാപൂരി എന്നാണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി വേൾഡ്സ് ബെസ്റ്റ് എയർലൈൻ അറ്റ് 2025 വേൾഡ്സ് ബെസ്റ്റ് എയർലൈൻ അറ്റ് 2025 എന്ന് പറയുന്ന സ്കൈ ട്രാക്സിന്റെ അവാർഡ് വൺസ് അഗെയിൻ ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? ഖത്തർ എയർവേസിന് ലഭിച്ചിരിക്കുകയാണ്. വേൾഡ്സ് ബെസ്റ്റ് എയർലൈൻ 2025 ബൈ സ്കൈ ട്രാക്സ് എന്ന് പറയുന്നത് ആരാണ്? ഖത്തർ എയർവേസ് ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, ഇനി ദോഹ ബേസ്ഡ് എയർലൈൻസിനാണെങ്കിൽ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് എയർലൈൻ ഇൻ മിഡിൽ ഈസ്റ്റ്, വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ക്ലാസ്, വേൾഡ്സ് ബെസ്റ്റ് ഇൻ ഫ്ലൈറ്റ് എന്റർടൈൻമെന്റ്, ഇതെല്ലാം തന്നെ ദോഹ ബേസ്ഡ് എയർലൈൻസിനാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, സിംഗപ്പൂർ ബേസ്ഡ് എയർലൈൻസ് സെക്കൻഡ് ആണ് വന്നിരിക്കുന്നത്. അത് കൂടാതെ തന്നെ വേൾഡ്സ് ബെസ്റ്റ് ക്യാബിൻ ക്രൂ, വേൾഡ്സ് ബെസ്റ്റ് ഫസ്റ്റ് ക്ലാസ്, വേൾഡ്സ് ബെസ്റ്റ് എയർലൈൻ ഇൻ ഏഷ്യ, ഇതൊക്കെ ലഭിച്ചിരിക്കുന്നത് സിംഗപ്പൂർ എയർലൈനാണ്. ഇനി ഹിസ്റ്റോറിക് പ്രജ്ഞാനന്ദ, നമ്മുടെ യൂസ് ചെസ് കപ്പ് വിന്നർ ആയിരിക്കുന്നത് പ്രജ്ഞാനന്ദയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയാണ്. ഇന്ത്യസ് ടോപ്പ് റാങ്ക് ചെസ് പ്ലെയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? യൂസ് ചെസ് കപ്പ് അല്ലെങ്കിൽ യൂസ് ചെസ് കപ്പ് വിന്നർ ആയിരിക്കുന്നത് പ്രജ്ഞാനന്ദയാണ് എന്നുള്ള കാര്യം നോക്കുക. റെഡി? നെക്സ്റ്റ്, ഒഡീഷ വിൻസ് വുമൻസ് ഫൈനൽ ഇൻ ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പ്. ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പിന്റെ ഇനാഗ്രൽ എഡിഷൻ ആണ് എപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്? തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പിന്റെ ഇനാഗ്രൽ എഡിഷൻ ഇപ്രാവശ്യം നടന്നത് എവിടെയാണ്? ഇനാഗ്രൽ എഡിഷൻ ആണ് ഓൾറെഡി കഴിഞ്ഞത്. തമിഴ്നാടുവിലായിരുന്നു ഇനാഗ്രൽ എഡിഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വുമൻസ് കാറ്റഗറിയിൽ ആരാണ് വിന്നർ? ഒഡീഷയാണ് വിന്നർ എന്ന് പറയുന്നത്. മെൻസ് കാറ്റഗറിയിൽ ആരാണ് വിന്നർ? തമിഴ്നാടാണ് വിന്നർ എന്ന് പറയുന്നത്. ഏകദേശം 12 മെൻസ് ടീമും 8 വുമൻസ് ടീമുമാണ് ഹോക്കി ഇന്ത്യ
ഹോക്കി ഇന്ത്യ മാസ്റ്റർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി GOI സ്റ്റാറ്റ്സ് മൊബൈൽ ആപ്പ്. GOI സ്റ്റാറ്റ്സ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷനും ചേർന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് GOI സ്റ്റാറ്റ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ 2025. അതായത് ഇതിന്റെ ഈ GOI സ്റ്റാറ്റ്സ് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് നമ്മുടെ GDP, ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെന്റ് ഡാറ്റ മുതലായ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഈ ഒരു ആപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് GOI സ്റ്റാറ്റ് ആപ്ലിക്കേഷൻ, GOI സ്റ്റാറ്റ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. ഇനി മഹാരാഷ്ട്ര ഗവൺമെന്റ് വിഡ്രോസ് ഓർഡേഴ്സ് ഓൺ 3 ലാംഗ്വേജ് പോളിസി, അതായത് 3rd ലാംഗ്വേജ് പോളിസി. അപ്പൊ ഹിന്ദിനെ 3rd ലാംഗ്വേജ് ആക്കണം എന്നുള്ളൊരു അഭിപ്രായം, എന്നുള്ളൊരു പോളിസി മഹാരാഷ്ട്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ചീഫ് മിനിസ്റ്റർ, മഹാരാഷ്ട്ര CM ആണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് പറയുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസ് റീവോക്ക് ദി ഗവൺമെന്റ് റെസൊല്യൂഷൻസ് ഇഷ്യൂഡ് ഓൺ April 16 and June 17 on contentious 3 language policy, inducting Hindi as a 3rd language in primary schools. അപ്പോൾ ഹിന്ദി പ്രൈമറി സ്കൂളുകളിൽ 3rd ലാംഗ്വേജ് ആക്കണമെന്ന എന്ന് പറഞ്ഞ പോളിസി മഹാരാഷ്ട്ര ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. The first government resolutions made Hindi mandatory 3rd language for, അതായത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഹിന്ദി 3rd ലാംഗ്വേജ് ആയിട്ട് മാൻഡേറ്ററി ആയിട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്ന റെസൊല്യൂഷൻ ആണ്, എന്ന് പറയുന്ന പോളിസിയാണ് എന്ത് ചെയ്തത്? മഹാരാഷ്ട്ര ഗവൺമെന്റ് വിഡ്രോ ചെയ്തത് എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. അഡ്മിറൽ V. ഗണപതി അസ്യൂംസ് ചാർജ് ആസ് കമാൻഡന്റ് ഓഫ് മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിന്റെ പുതിയ കമാൻഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആളാണ് V. ഗണപതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോവാം. ഇനാഗ്രൽ എഡിഷൻ ഓഫ് വേൾഡ് സൂപ്പർ കബഡി ലീഗിന്റെ ഇനാഗ്രൽ എഡിഷൻ നടക്കാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ ദുബായിലാണ്. അപ്പോൾ വേൾഡ് സൂപ്പർ കബഡി ലീഗ് ഇനാഗ്രൽ എഡിഷൻ March നെക്സ്റ്റ് ഇയറിലാണ്, March നടക്കുക. സോ ദുബായിലാണ് ഇത് നടക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ കബഡി ഫെഡറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് RBI അപ്പോയിന്റ്സ് കേശവൻ രാമചന്ദ്രൻ ആസ് ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. RBI ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കേശവൻ രാമചന്ദ്രൻ ആണ് പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. RBIന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ RBIന്റെ സഞ്ജയ് മൽഹോത്രയാണ് RBIന്റെ ഗവർണർ വരുന്നത്. എം രാജേശ്വർ റാവു ഡെപ്യൂട്ടി ഗവർണർ ആണ്. 4 ഡെപ്യൂട്ടി ഗവർണർ ആണ് നമുക്കുള്ളത് അല്ലെ. അതിൽ രാജേശ്വർ റാവു, രവിശങ്കർ, സ്വാമിനാഥൻ ജെ ആൻഡ് പൂനം ഗുപ്ത, ഇത്രയും പേരാണ്. പൂനം ഗുപ്തയാണ് റീസെന്റ് ആയിട്ടുള്ള ഡെപ്യൂട്ടി ഗവർണർ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ 4 പേരുമാണ് നമ്മുടെ റീസെന്റ് ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്, ഡയറക്ടർ കേശവൻ രാമചന്ദ്രൻ. ഇനി രവി അഗർവാളിന്റെ CBDT എന്ത് ചെയ്തിട്ടുണ്ട്? ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. CBDT എന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? CBDT ചെയർമാൻ ആയിട്ടുള്ള രവി അഗർവാളിന്റെ ടെന്യൂർ എന്ത് ചെയ്തിട്ടുണ്ട്? June 2026 വരെ, അതായത് 1 വർഷം കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയുടെ 10 ഇയർ സെലിബ്രേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു മോട്ടീവ് ഉള്ള സ്കീമാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയെ ഡിജിറ്റലി ട്രാൻസ്ഫോം ചെയ്യുക, അതായത് ഡിജിറ്റലി എംപവേർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെയും ഒരു എക്കണോമിനെയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റൽ ഇന്ത്യ സ്കീമിന്റെ പ്രധാനപ്പെട്ട എയിം ആയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പൊ ഈ ആരോഗ്യ സേതു, ഈ സഞ്ജീവിനി, ഈ നാം അങ്ങനെയൊക്കെ തുടങ്ങി കുറേയധികം ആപ്പുകൾ നമുക്കുണ്ട് അല്ലെ. എല്ലാം തന്നെ നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇന്ത്യ സെലിബ്രേറ്റ്സ് 10 ഇയർ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ.
അപ്പൊ ഇത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഇന്ത്യ സ്കീമിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇംപ്ലിമെന്റിംഗ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇതെല്ലാം ഒരാളുടെ അണ്ടറിലാണ് മിനിസ്ട്രി വരുന്നത്. അതാരാണ് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ബീഹാർ ലോഞ്ചസ് മുഖ്യമന്ത്രി പ്രാതിഖ്യ സ്കീം ആൻഡ് അതർ സ്കീംസ്. പ്രാതിഖ്യ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇന്റേൺഷിപ്പും സ്കീമും ഫിനാൻഷ്യൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രാതിഖ്യ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 18 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള യുവാക്കളാണ് ബെനിഫിറ്റഡ് ആവുന്നത്. ലൈക്ക് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ITI കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, പിന്നെ +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിൽ ബെനിഫിറ്റഡ് ആവുന്നത്. ഇതിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് വരുന്നത് എങ്ങനെയാണ്? 12 മാസത്തേക്കാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അത് ഡയറക്റ്റ്ലി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. നമ്മുടെ +2 പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 4000 രൂപയും ITI പാസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 5000വുമാണ് ലഭിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ 6000 രൂപയാണ് എന്ത് ലഭിക്കുന്നത്, ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്, യൂത്ത് ഹു വിൽ ഗോ ഫോർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഔട്ട് ഓഫ് ദിയർ ഹോം ഡിസ്ട്രിക്ട്, അതായത് ഹോം ഡിസ്ട്രിക്റ്റിൽ നിന്നും എവേ ആയിട്ട് ഇന്റേൺഷിപ്പിന് പോകുന്നവർക്ക് 2000 പെർ മന്ത് എന്ത് കൊടുക്കുന്നുണ്ട്, ലൈവ്ലിഹുഡ് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ 5000 പെർ മന്ത് എന്ത് കൊടുക്കുന്നുണ്ട്, വേറെ പുറത്തു പോയി ചെയ്യുന്ന ആൾക്കാർക്ക് 5000 പെർ മന്ത് അഡീഷണൽ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഫോർ 3 months. ഓക്കെ, സോ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് പോകുന്നവർക്ക് 5000 രൂപ ഇന്റേൺഷിപ്പ്, ഔട്ട് ഓഫ് ദ ഡിസ്ട്രിക്റ്റ് പോകുന്നവർക്ക് 2000 രൂപയാണ് ഇന്റേൺഷിപ്പിന് ലൈവ്ലിഹുഡ് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് പോകുന്നവർക്ക് ലൈവ്ലിഹുഡ് സപ്പോർട്ട് 5000. ഓക്കെ, ഇനി ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിജിലക്ഷ്മി സ്കീം, അർബൻ പുവർ വുമൻസിനെ എംപവർ ചെയ്യുന്നതിനായിട്ട് ആന്ധ്രാപ്രദേശ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിജിലക്ഷ്മി സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കുക. ഇനി ദീപിക പദുക്കോൺ ടു റിസീവ് എ സ്റ്റാർ ഓൺ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം. ഫസ്റ്റ് നമ്മുടെ സ്റ്റാർ ഓൺ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ വരുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആക്ട്രസ് ആണ് ദീപിക പദുക്കോൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. ടൈംസ് മാഗസീന്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ 2018 കൂടിയും എന്ത് ചെയ്തിട്ടുണ്ട്, ദീപിക പദുക്കോണിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഖോഖോ സുധാൻഷു മിത്താൽ ആണ് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യന്റെ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. സുധാൻഷു മിത്താൽ സെലക്ടഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഉപകാർ സിംഗ് വിറാക് ആണ് എന്തെന്ന് പറയുന്ന ന്യൂ സെക്രട്ടറി എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ള അടുത്ത ഒരു അവാർഡാണ് നമ്മൾ പറയുന്നത്. ഘാനയുടെ ഹയസ്റ്റ് അവാർഡായിട്ടുള്ള, ഹയസ്റ്റ് ഹോണർ ആയിട്ടുള്ള ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന അവാർഡാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത്. ഡിസ്റ്റിംഗ്വിഷ്ഡ് സ്റ്റേറ്റ്മാൻഷിപ്പ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഗ്ലോബൽ ലീഡർഷിപ്പ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഘാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ന്യൂസ് ആണ്, ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി ഇനി മുതൽ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ പേരിലാണ് അറിയപ്പെടുക എന്നുള്ള കാര്യം ആലോചിക്കുക. അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഡിസംബർ 26, 2024 നമ്മളെടുത്ത വിട പറഞ്ഞത്. അതിനുശേഷം ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി ഇനി മുതൽ PM മൻമോഹൻ സിംഗിന്റെ പേരിലാണ് അറിയപ്പെടുക എന്നുള്ള കാര്യം കൂടിയും ഓർക്കുക. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് കറണ്ട് അഫെയർസ് വിത്ത് അനു എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. CBT 2 നമ്മുടെ CBT 2 എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മുടെ NTPC CBT 2 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ, സി യു. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ വീഡിയോകളാണ് നിങ്ങൾ ഇനി CGL എക്സാമിന് മുന്നേ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നും കൂടിയും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ, സി യു.